Cayley's theorem. Lemma: let G and G dash be groups and let phi from G to G dash be a one-to-one function such that phi of xy equal to phi of x into phi of y for all x comma y belongs to G. Then phi of G is a subgroup of G dash and phi provides an isomorphism of G with phi of G. Phi ഒരു 1-1 മാപ്പിംഗ് ആണ് ആൻഡ് വിച്ച് സാറ്റിസ്ഫൈസ് ദ ഹോമോമോർഫിസം പ്രോപ്പർട്ടി. ദെൻ phi ഓഫ് ജി എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും ആൻഡ് phi പ്രൊവൈഡ്സ് ആൻ ഐസോമോർഫിസം ഓഫ് ജി വിത്ത് phi ഓഫ് ജി. ജിയും phi ഓഫ് ജിയും തമ്മിൽ ഒരു ഐസോമോർഫിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് phi ഓഫ് ജി is a subgroup of G dash. That is, prove that phi of G is a subgroup of G dash. For this, first we want to show that phi of G is a subset of G dash. Phi of G is a subset of G dash. That is phi of G. എന്താണ് phi of G എന്ന് പറഞ്ഞാൽ phi of G equal to set for phi of x such that x belongs to G. ഇതാണ് നമ്മുടെ phi of G. നമ്മുടെ ഫംഗ്ഷൻ മാപ്പിംഗ് അങ്ങോട്ട് phi ഫ്രം G to G dash ആണ്. അങ്ങനെയാണെങ്കിൽ phi of x ജിയിൽ എടുത്തു കഴിഞ്ഞാൽ phi of x എവിടെ ഉണ്ടാവുക G ഡാഷിൽ. Therefore ഈ ഡെഫിനിഷൻ തന്നെ ക്ലിയർ ആണ് വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് G ഡാഷ്. അപ്പോൾ നമുക്ക് phi ഓഫ് ജി സബ്സെറ്റ് ഓഫ് ജി ഡാഷ് ആണ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാം, ഫസ്റ്റ് സബ്സെറ്റ് ആണെന്ന് കാണിക്കണം, പിന്നെ ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ, നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, തേർഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. നമുക്ക് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എയും ബിയും ബിലോങ്സ് ടു എസ് എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി ബിലോങ്സ് ടു എസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ രണ്ട് എലമെൻറ്റ്സ് എടുത്തു, എക്സ് ഡാഷും വൈ ഡാഷും. എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ് ബിലോങ്സ് ടു phi ഓഫ് ജി. എക്സ് ഡാഷും വൈ ഡാഷും phi ഓഫ് ജിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡാഷിനെ എക്സ് ഡാഷ് ഈക്വൽ ടു സം phi ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക ഫോർ സം എക്സ് ബിലോങ്സ് ടു ജി അല്ലേ. phi ഓഫ് ജിയിൽ ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സം phi ഓഫ് എക്സ് എന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് phi ഓഫ് എക്സ് ഫോർ സം എക്സ് ബിലോങ്സ് ടു ജി ആൻഡ് വൈ ഡാഷ് ഈക്വൽ ടു phi ഓഫ് വൈ ഫോർ സം വൈ ബിലോങ്സ് ടു ജി. Then we want to prove that x dash into y dash belongs to phi of g. For this, x dash into y dash equal to x dash എന്ന് പറഞ്ഞാൽ phi of x into phi of y equal to phi of x into phi of y എന്താ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് phi of x into phi of y equal to phi of xy. That is phi of xy equal to x dash into y dash. x dash into y dashനെ phi of x into y എന്ന് എഴുതാം. അപ്പോൾ phi of x into y വേർ എക്സും വൈയും ബിലോങ്സ് ടു ജി ആണ് അല്ലേ. എക്സും വൈയും ജിയിലുള്ളത് കൊണ്ട് ജി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടും എക്സ് വൈ എവിടെ ഉണ്ടാകും ജിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ phi of എക്സ് വൈ എന്നുള്ള ഫോമിൽ കിട്ടി. Therefore x dash into y dash എന്ന് പറയുന്നത് phi of ജിയിൽ ഉണ്ടായിരിക്കും. Therefore x dash into y dash belongs to phi of g. അപ്പം എക്സ് ഡാഷും വൈ ഡാഷും phi of ജിയിൽ എടുത്തു കഴിഞ്ഞപ്പം എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് phi of ജിയിൽ കിട്ടി. Therefore phi of g is closed under the operation of g dash. Next നമുക്ക് കാണിക്കേണ്ട എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി element of G and E dash be the
E dash be the identity element of G dash. E എന്ന് പറയുന്നത് ജിയുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റും ഇ ഡാഷ് എന്ന് പറയുന്നത് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകും? ബിലോങ്സ് ടു ഇ എന്ന് പറയുന്നത് ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഫൈ ഓഫ് ഇ എവിടെ ഉണ്ടാകും? ഫൈ ഓഫ് ജിയിൽ ഉണ്ടായിരിക്കും. ബട്ട് ഫൈ ഓഫ് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ആരാണ്? ഫൈ ഓഫ് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ഡാഷ് ആണ്. Therefore, which is a subset of G dash. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് ജി ഡാഷിൽ ഉണ്ടെന്ന് കിട്ടി. ഫൈ ഓഫ് ഇ ബിലോങ്സ് ടു ജി ഡാഷ് ആണെന്ന് കിട്ടി. ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ നമുക്കറിയുന്നത് എന്താണ്? ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് ജി ഡാഷിലെ ഒരു എലമെൻറ്റ് മാത്രമാണ് അല്ലേ? അപ്പം ഇ ഡാഷ് ആണ് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻറ്റു ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു ആ എലമെൻ്റ് ആണ് അല്ലേ? ഫൈ ഓഫ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു ഈ ഫൈ ഓഫ് ഇനെ നമുക്ക് ഫൈ ഓഫ് ഇ ഇൻറ്റു ഇ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. കാരണം ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുള്ളതുകൊണ്ട്. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് ഫൈ ഇ ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് ഇ equal to phi of e into phi of e, which implies right cancellation law യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? e dash equal to phi of e എന്ന് എഴുതാം. അപ്പം e ഡാഷും phi of eയും ഈക്വൽ ആണെന്ന് കിട്ടി. e dash എവിടെയുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്? ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പം ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെയാണ് phi of eയും. ഓക്കെ, ഫൈ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈ ഓഫ് ജിയിലെ എലമെൻ്റ് ആണ്. വിച്ച് ബിലോങ്സ് ടു ഫൈ ഓഫ് ജി. ദാറ്റ് ഈസ് ഇ ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് ജി. അതായത് ജി ഡാഷിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് ഇ ഡാഷ്. അത് ഫൈ ഓഫ് ജിയിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാ? ഫൈ ഓഫ് ജിയിലെ ഇ ഡാഷ്. ഇ ഡാഷ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ജിയിലെയും ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. തേർഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എലമെൻറ്റ് എക്സ് ഡാഷ് എടുത്തു. എക്സ് ഡാഷ് ബിലോങ്സ് ടു ഫൈ ഓഫ് ജി. ഫൈ ഓഫ് ജിയിലെ എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. ഫോർ സം എക്സ് ബിലോങ്സ് ടു ജി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇ ഡാഷ് അല്ലേ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് ഇ ഡാഷ് ആണ്. അപ്പം ഇ ഡാഷിനെ എങ്ങനെ എഴുതാം? ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. ഇ ഡാഷ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ഇ എന്നറിയാം. ഫൈ ഓഫ് ഇ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഡാഷിനെ നമ്മൾ ഫൈ ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. ഫൈ ഓഫ് എക്സ് എന്താണ്? ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ആണ്. അപ്പോൾ നമുക്കതിവിടെ കൊടുക്കാം. എക്സ് ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. അപ്പം ഇ ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് വിച്ച് ഇംപ്ലൈസ് എക്സ് ഡാഷ് ഇൻവേഴ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ്. എക്സ് ഡാഷ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ആണ്. ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഓഫ് ജി. എക്സ് നമ്മൾ ജിയിലാണ് എടുത്തത്. ജി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എക്സ് ഇൻവേഴ്സും ജിയിൽ ഉണ്ടായിരിക്കും. ഫൈ ഓഫ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഫൈ ഓഫ് ജിയിൽ ഉള്ള എലമെൻറ്റ് ആയിരിക്കും. എക്സ് ഡാഷ് ഫൈ ഓഫ് ജിയിൽ എടുത്തപ്പം അതിൻ്റെ ഇൻവേഴ്സും ഫൈ ഓഫ് ജിയിൽ ഉണ്ടെന്ന് കിട്ടി. Therefore ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Therefore we can say that phi of G is a subgroup of phi of G is a subgroup of G dash.
ഫൈ ഓഫ് ജി എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് ഫൈ പ്രൊവൈഡ്സ് ആൻ ഐസോമോർഫിസം ഓഫ് ജി വിത്ത് ഫൈ ഓഫ് ജി. ഫൈ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസം മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി വിത്ത് ഫൈ ഓഫ് ജി അല്ലേ. സിൻസ് ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ഈസ് 1 to 1 and satisfies the homomorphism property. We can say that phi from G to phi of G, phi from G to phi of G is a 1-1 and on-to mapping which satisfies the homomorphism property. എന്തുകൊണ്ടാണ് ഫൈ ഓഫ് ജി എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ സബ് ഗ്രൂപ്പാണ് അല്ലേ. അതുകൊണ്ട് ഇത് ഈ മാപ്പിംഗ് 1-1 ആണ്, on-to ആണ് ആൻഡ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore, phi is a isomorphism mapping. That is, phi provides an isomorphism of G with phi of G. Cayley's theorem: every group is isomorphic to a group of permutations. ഏതൊരു ഗ്രൂപ്പും ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻസിനോട് ഐസോമോർഫിക് ആണ്. പ്രൂഫ്: let G be a group. We have to prove that G is isomorphic to a subgroup of SG. That is G. We want to prove that G is isomorphic to a subgroup of For this, we are going to define a function lambda x from G to G defined by lambda x of A equal to xa for all A in G. Next, we want to show that lambda x is a permutation of G. Lambda x G എന്ന് ജിയിലേക്ക് തന്നെയുള്ള ഒരു മാപ്പിംഗ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാണിക്കേണ്ട ലാംഡ എക്സ് 1-1 ആണോ on-to ആണോ എന്നാണ്. അപ്പോൾ ലാംഡ എക്സ് 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ രണ്ട് എലമെൻറ്റ് എയും ബിയും എടുത്തു. A, B belongs to G. Lambda x of A equal to lambda x of B. A equal to B എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ലാംഡ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എ ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എക്സ് എ ഈക്വൽ ടു എക്സ് ബി വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എന്താണ്? ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ. അപ്പോൾ ലാംഡ എക്സ് എ ഈക്വൽ ടു ലാംഡ എക്സ് ബി ഇംപ്ലൈസ് എക്സ് എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. Therefore, lambda x is 1-1. ഇനി ലാംഡ എക്സ് on-to ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് ബിലോങ്സ് ടു ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു ജി ആയിരിക്കും. ആൻഡ് ലെറ്റ് എ ബിലോങ്സ് ടു ജി വേറൊരു എലമെൻറ്റും എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എ ബിലോങ്സ് ടു ജി ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ് ഇൻവേഴ്സും എയും ജിയിലുള്ള എലമെൻറ്റ്സ് ആണ്. ജി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എക്സ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് ജിയിൽ ഉണ്ടായിരിക്കും. ലാംഡ എക്സ് ഓഫ് എക്സ് ഇൻവേഴ്സ് എ ഈക്വൽ ടു എന്താണ്? എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എ which is equal to E into A. X into X inverse A എന്ന് പറഞ്ഞാൽ എന്താണ്? E into A, അതായത് A. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഏതൊരു എലമെൻറ്റ് A in G എടുത്തു കഴിഞ്ഞാലും
ഒരു എലമെൻറ്റ് എച്ച് ഇൻവേഴ്സ് എ ഇൻ ജി ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് ലാംഡ എച്ച് ഓഫ് എച്ച് ഇൻവേഴ്സ് എ ഈക്വൽ ടു എ. ദർഫോർ ലാംഡ എച്ച് ഇസ് ഓൺ ടു ആണ് കിട്ടി. ഓൺ ടു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഓക്കെ, ദർഫോർ നമുക്ക് എന്ത് പറയാം, ലാംഡ എച്ച് ജിന്ന് ജിയിലേക്ക് തന്നെയുള്ളൊരു മാപ്പിംഗ് ആണ് ആൻഡ് 1 ആണ് ഓൺ ടു ആണ്. ദർഫോർ ലാംഡ എച്ച് ഇസ് എ പെർമ്യൂട്ടേഷൻ. ലാംഡ എച്ച് ജിയിലെ പെർമ്യൂട്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, ലാംഡ എച്ച് ബിലോങ്സ് ടു എസ് ജി. എസ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്, ജിയിലെ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ ലാംഡ എച്ച് എസ് ജിയിൽ ഉണ്ടെന്ന് കിട്ടി. ഇനി വേറൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫൈൻ phi from G to SG defined by phi of x equal to lambda x for all x belongs to G. Phi of x equal to lambda x ആയിട്ടുള്ള ഒരു മാപ്പിംഗ് phi ഡിഫൈൻ ചെയ്തു. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്, G ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ജി എന്ന് കാണിക്കണ്ടേ അല്ലേ. നേരത്തെ പറഞ്ഞ ലെമ്മയിൽ പറഞ്ഞു phi 1 ആൻഡ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാപ്പിംഗ് ആണെങ്കിൽ phi ഓഫ് ജി എന്ന് പറയുന്നത് ജി ഡാഷിൻ്റെ സബ് ഗ്രൂപ്പ് ആണെന്ന്. അതായത് ഇവിടെ ജി ഡാഷിന് പകരം ആരാണ്, എസ് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് phi പ്രൊവൈഡ്സ് ആൻ ഐസോമോർഫിസം ഓഫ് ജി വിത്ത് phi ഓഫ് ജി. അപ്പോൾ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത്, phi എന്ന് പറയുന്ന മാപ്പിംഗ് 1 ആണ് ആൻഡ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ phi 1 ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ലെറ്റ് x, y belongs to G. Then phi of x equal to phi of y implies we want to show that phi of x equal to phi of y implies x equal to y എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് phi of x എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ എച്ച്. ലാംഡ എച്ച് ഈക്വൽ ടു ലാംഡ വൈ. ലാംഡ എച്ചും ലാംഡ വൈയും പെർമ്യൂട്ടേഷൻസ് ആണ്. അപ്പോൾ ലാംഡ എച്ച് ഈക്വൽ ടു ലാംഡ വൈ ആണെങ്കിൽ ലാംഡ എച്ച് ഓഫ് എ ഈക്വൽ ടു ലാംഡ വൈ ഓഫ് എ ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ലാംഡ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് എ ഈക്വൽ ടു വൈ എ വിച്ച് ഇംപ്ലൈസ് എച്ച് ഈക്വൽ ടു വൈ ബൈ റൈറ്റ് ക്യാൻസലേഷൻ ലോ. അപ്പോൾ phi of x equal to phi of y implies x equal to y എന്ന് കിട്ടി. Therefore phi is 1:1. phi ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. അതായത് phi of, we want to show that phi of xy equal to phi of x into phi of y. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് വേണ്ടി രണ്ട് എലമെൻറ്റ്സ് എടുത്തു. x, y belongs to G and for any a belongs to G, phi of xy of a equal to phi of xy എന്ന് പറഞ്ഞാൽ ലാംഡ xy of a which is equal to ലാംഡ xy എന്ന് പറഞ്ഞാൽ xy of a. x into ya which is equal to x into ya means lambda x of ya which is equal to lambda x into ya എങ്ങനെ എഴുതാം, lambda y of a. That is lambda x നെ നമുക്ക് എങ്ങനെ എഴുതാം, lambda x equal to phi of x into phi of y of a. എന്താ കിട്ടിയത്, phi of xy of a equal to phi of x into phi of y of a. That is phi of xy equal to phi of x into phi of y. Therefore phi satisfies homomorphism property. അതുകൊണ്ട് phi provides an isomorphism of G to a subgroup of SG by the previous lemma.